അപ്പോൾ ഇന്നത്തെ കുട്ടിത്താരം ആരെന്ന് വെച്ചാൽ കോഴിക്കോട് കല്ലായി ഗവൺമെന്റ് LP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരിയായ ഐഷ മർവയാണ്. ഇന്നത്തെ നമ്മുടെ കുട്ടിത്താരം മാത്രമല്ല, ആ നാട്ടിലെ തന്നെ താരമാണ് ഐഷക്കുട്ടി. അധ്യയനം തുടങ്ങിയ ദിവസങ്ങളിൽ കുതിരപ്പുറത്ത് സ്കൂളിലെത്തിയാണ് ഐഷ ശ്രദ്ധാകേന്ദ്രമായത്. കുതിരയെ അതിരറ്റി സ്നേഹിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് കുട്ടിത്താരത്തിൽ. കുട്ടിത്താരം കാണാം. കുട്ടിത്താരം കഴിഞ്ഞാൽ നമുക്ക് വാഴ്ത്തല കാണാം. വാഴ്ത്തലയ്ക്ക് ശേഷം നമ്മുടെ ബ്രിൽപോത്തിനെത്തും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ഇപ്പോൾ ഞാൻ പോവുകയാണ്. ഹലോ മലയാളത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി നാളെ രാവിലെ 7 മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നാളെ കാണാം. ബൈ ബൈ. സ്കൂൾ തുറന്നതിന്റെ ആവേശത്തിലും ഇരട്ടി സന്തോഷത്തിലുമാണ് കുട്ടികൾ. ആവേശം ഇരട്ടിയാക്കാൻ കല്ലായി ഗവൺമെന്റ് LP സ്കൂൾ 7ാം ക്ലാസ്സുകാരി ആയിഷ മർവ എത്തിയതാകട്ടെ കുതിരപ്പുറത്താണ്. വീടു മുതൽ കല്ലായി ഗവൺമെന്റ് UP സ്കൂൾ വരെ 2 കിലോമീറ്റർ ദൂരം കുതിരയെ നിയന്ത്രിക്കുന്നത് ആയിഷ തന്നെ. ഇപ്പൊക്കെ ദുബായിൽ ജോക്കി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ദുബായി പോയപ്പോ പൂതി വന്നപ്പോ പിന്നെ പറമ്പ് വാങ്ങി തന്നു. അങ്ങനെ ഇപ്പൊ പഠിപ്പിച്ചു തന്നതാ. ഇനി റേസിന് പങ്കെടുക്കണം, റേസിന് പങ്കെടുത്തിക്കണം. പിന്നെ ഇനി വലിയ വലിയ രാജ്യത്തൊക്കെ പോയിട്ട് റൈഡ് ചെയ്യണം. അങ്ങനെ 3 വയസ്സ് മുതൽ കുതിരയോട് കമ്പമുള്ള ആയിഷ മർവയുടെ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു കുതിരയെ വാങ്ങുകയെന്നത്. ഇതു മനസ്സിലാക്കിയ പിതാവ് മുഹമ്മദ് അന്തറാണ് കുതിരയെ വാങ്ങി നൽകിയത്. അവളൊരു 3 വയസ്സിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുതിര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ കുറച്ചും കൂടി വലുപ്പം വെച്ചപ്പോൾ ഒരു കുതിര വേണമെന്ന് പറഞ്ഞ് റൈഡിങ് പഠിക്കുന്ന പറഞ്ഞ് അങ്ങനെ കുതിര വാങ്ങിക്കൊടുത്തു. വീട്ടിൽ അതിൻ്റെ പേരിൽ ഡെയിലി എന്ത് ചെയ്യും, റെഡി ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചവള്. രാജസ്ഥാനി മാർവാരി വിഭാഗത്തിൽപ്പെട്ട കുതിരയായ അബു സുൽത്താനൊപ്പമാണ് ആയിഷ മർവയുടെ ഇപ്പോഴത്തെ യാത്രകളെല്ലാം. ഇതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകി കുടുംബവും കല്ലായി ഗവൺമെന്റ് UP സ്കൂളും അധ്യാപകരും സഹപാഠികളും ആയിഷയ്ക്കൊപ്പമുണ്ട്. കുട്ടി വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. അവൾക്ക് നല്ല താല്പര്യമുണ്ട്. അവൾ നല്ല രീതിയിൽ കുതിരയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ആത്മവിശ്വാസമുള്ള രീതിയിലാണ് അവളെ ചലനങ്ങളൊക്കെ. നമ്മളൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഭാവി ഉണ്ട് എന്ന് തന്നെ തോന്നുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിനൊരു നല്ല ഒരു പേരായിരിക്കും അത്. സ്കൂളിനും ഒരു നല്ല പേരുണ്ടാവും. എല്ലാ അഭിനന്ദനം. 3 വർഷത്തോളമായി ആയിഷയുടെ സന്തത സഹചാരിയാണ് അബു സുൽത്താൻ. കുതിരയേക്കാൾ ചെറുതാണ് ആയിഷയെങ്കിലും ആയിഷയുടെ നിർദ്ദേശങ്ങളെല്ലാം അബു സുൽത്താൻ കൃത്യമായി അനുസരിക്കും. ഇവർ തമ്മിലുള്ള സൗഹൃദമാണ് ആയിഷയുടെ യാത്ര ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.